ആസ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ റീഡിങ് നിങ്ങൾ കാണേണ്ടത് തന്നെയാണ്. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എടുക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എടുക്കുക, പോസിറ്റീവായിട്ടുള്ള എനർജി ക്ലെയിം ചെയ്യുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ 2 ഓഫ് കപ്സ് കാണിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ബന്ധത്തെയാണ്. ആ രീതിയിലുള്ള മനോഹരമായിട്ടുള്ളൊരു ബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതും വളരെ അടുത്ത് തന്നെ ആ ഒരു കാര്യം സംഭവിക്കും എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ സ്റ്റെബിലിറ്റി, റിലേഷൻഷിപ്പ്, കമ്മിറ്റ്മെൻറ്റ് ഒക്കെയാണ് ഈ ഒരു 2 ഓഫ് കപ്സ് നമ്മളോട് പറയുന്നത്. അതുപോലെ നിങ്ങൾ എത്രയധികം സ്നേഹം, എഫേർട്സ്, കെയർ, നിങ്ങളുടെ എനർജി, ടൈം ഒക്കെ ഈ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നുവോ അതേ രീതിയിൽ തന്നെ ഈ ഒരു വ്യക്തിയും അത്രയധികം സ്നേഹവും എഫേർട്സും കെയറും എനർജിയും അവരുടെ സമയവുമൊക്കെ നിങ്ങൾക്കും തരും, അല്ലെങ്കിൽ തരാൻ തയ്യാറാകുമെന്നാണ് ഇവിടെ 2 ഓഫ് കപ്സ് നമ്മളോട് പറയുന്നത്. ചിലർക്ക് ഇങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് ഇതിനകം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. ആ ഒരു വ്യക്തിയോട് നിങ്ങളിപ്പോൾ സംസാരിക്കുന്നുണ്ടാകാം. അങ്ങനെ ഒരു വ്യക്തി ഇല്ലെങ്കിൽ ഈ ഒരു കാർഡ് പറയുന്നത് ഈ തരത്തിലുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്കും കടന്നു വരുമെന്നാണ്. ഒരു കമ്മിറ്റ്മെൻറ്റും ഒരു സ്റ്റെബിലിറ്റിയും തുല്യതയും ഒക്കെ ആ ഒരു കണക്ഷൻ വഴി, അല്ലെങ്കിൽ ആ ഒരു എനർജി വഴി നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ്. ഈ രീതിയിലുള്ള ഒരു കണക്ഷൻ തന്നെയാണ് നിങ്ങളെന്നും ആഗ്രഹിച്ചിരുന്നതും അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതും. വളരെ മനോഹരമായിട്ടുള്ള എനർജിയാണിത്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം ഈ ഒരു കണക്ഷനിൽ ഏഞ്ചൽസിൻ്റെ, നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസിൻ്റെ സപ്പോർട്ട് കൂടിയുണ്ട്. അത്രയും മനോഹരമായിട്ടുള്ള ഒരു എനർജിയാണിത്. അതുപോലെ ഈ ഒരു കാര്യം നിങ്ങൾ ഈ ഒരു സമയത്ത് അറിയേണ്ടതും വളരെ ആവശ്യമാണ്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ചുറ്റും നടക്കുന്നത് എന്ത് തന്നെ ആയാലും, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്നത് എന്ത് തന്നെ ആയാലും അതെല്ലാം തന്നെ ശരിയാകും. കാരണം ഈ ചിന്തകൾ നിങ്ങളെ വേദനിപ്പിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ഒരുപാട് ചിന്തിപ്പിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ നിങ്ങളിൽ ഉണ്ടാക്കുന്നതായിട്ട്, ചിലരുടെയൊക്കെ ഉറക്കം പോലും നഷ്ടപ്പെടുത്തുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു സ്ട്രെസ്സ്, ഒരുപാട് സങ്കടം, ചില സമയങ്ങളിൽ ഉത്കണ്ഠയൊക്കെ ഉണ്ടാകുന്നതായിട്ട് ഇവിടെ കാണാം. അതായത് ഇനി എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ എല്ലാം എങ്ങനെ പഴയതുപോലെ ആകും, ഇതൊന്നും നിങ്ങൾക്കിപ്പോൾ അറിയില്ല. അതുപോലെ എൻ്റെ ലൈഫിൽ സന്തോഷം വരുമോ, എല്ലാം ശരിയാകുമോ, അതോ ജീവിതകാലം മുഴുവൻ ഞാനിങ്ങനെ കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരിക്കുമോ എൻ്റെ ജീവിതം, എന്നും ദുഃഖം മാത്രമായിരിക്കുമോ എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടാകാം. അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ആങ്സൈറ്റിയും ഉണ്ടാക്കുന്നുണ്ടാകാം. പക്ഷേ നിങ്ങൾ ഈ ഒരു സമയം അറിയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ എല്ലായ്പ്പോഴും ഈ ഒരു സങ്കടത്തിലോ അല്ലെങ്കിൽ വിഷമത്തിലോ ഒന്നും ആയിരിക്കില്ല നിൽക്കുന്നത്. ജീവിതകാലം മുഴുവനും നിങ്ങൾക്ക് ഈ ഒരു സ്ട്രെസ്സിൽ നിൽക്കേണ്ടി വരത്തുമില്ല. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം കടന്നു വരിക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമാധാനം കടന്നു വരും. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകും. കാരണം ഇതാണ് നിങ്ങൾ വളരെ കാലമായിട്ട് കാത്തിരിക്കുന്നത്. ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് പറയുന്നത് അത് നിങ്ങളിലേക്ക് തന്നെ വരികയാണ് എന്നാണ്. ആ ഒരു കാര്യത്തിൽ കൂടുതൽ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്നാണ്. ആ ഒരു സാഹചര്യത്തിൽ, ആ ഒരു വ്യക്തിയിൽ ഒക്കെയും കൂടുതൽ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഒരു വ്യക്തി അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം, അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് ഒക്കെ നിങ്ങളോട് തുറന്ന് പറയും. അവർ നിങ്ങളുമൊത്ത് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് നിങ്ങളോട് പറയും. അവരതിനെ തയ്യാറെടുക്കും. നിങ്ങൾക്ക് കൂടുതൽ സമാധാനം നൽകുന്ന കാര്യങ്ങളായിരിക്കും അവർ നിങ്ങളോട് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ദിശയിലേക്കായിരിക്കും അവർ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ആ ഒരു വ്യക്തിയിൽ നിന്നും കൺഫ്യൂഷൻ ആയിരിക്കില്ല നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഒരു പക്ഷേ പാസ്റ്റിൽ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ആയിരിക്കാം ആ ഒരു ബന്ധങ്ങളിൽ ലഭിച്ചിരുന്നത്. എന്നാൽ ഈ ഒരു വ്യക്തിയിൽ നിന്നും കൺഫ്യൂസ്ഡ് ആയിരിക്കില്ല നിങ്ങൾ. അവർ നിങ്ങൾക്ക് ക്ലാരിറ്റി ആയിരിക്കും നൽകുന്നത് എല്ലാ കാര്യങ്ങളിലും. നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലെയിം ചെയ്യുക. അവരെൻ്റെ ജീവിതത്തിലേക്ക് സമാധാനം കൊണ്ടുവരും എന്ന് നിങ്ങൾ ക്ലെയിം ചെയ്യുക. ആ ഒരു എനർജിയിൽ നിങ്ങൾ ജീവിക്കുക, അത് നിങ്ങൾ വിശ്വസിക്കുക. കാരണം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ്. ആ ഒരു കാര്യം നിങ്ങൾ വിശ്വസിക്കുക. അത് സംഭവിക്കാൻ പോവുകയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. എന്നിട്ട്
നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക. ഈ കാര്യം യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. കിങ് ഓഫ് കപ്സ് പറയുന്നത് കമ്മിറ്റ്മെൻറ്റ്, സ്റ്റെബിലിറ്റി, മാരേജ് ഒക്കെയാണ്. ഈ വ്യക്തി നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് നൽകുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തിയുമൊത്ത് നിങ്ങൾ ജീവിക്കുന്നത്, ഈ വ്യക്തിയുമൊത്ത് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് അതിൽ നിങ്ങൾ വരുന്നത് ഒക്കെയാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. ഈ വ്യക്തിയുമൊത്തുള്ള ആ ഒരു ബന്ധം എന്ന് പറയുന്നത് 3 മാസമോ അല്ലെങ്കിൽ 1 വർഷമോ ഉള്ളതല്ല, ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്നതാണ് ആ ഒരു ബന്ധം. കൂടാതെ ആ ഒരു ബന്ധത്തിൽ കൂടുതൽ സന്തോഷത്തോടെ നിങ്ങൾ ഇരിക്കുന്നതുമാണ് കാണുന്നത്. അതാണ് ഏറ്റവും പ്രധാനം. ഒരു റിലേഷൻഷിപ്പിൽ ലൈഫ് ലോങ് ഉണ്ടാവുന്നതല്ല, അതിലുപരി ആ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് സമാധാനവും സന്തോഷവും നൽകുന്നതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇരിക്കുന്നതാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ജീവിതകാലം മുഴുവന് അവർ നിങ്ങളെ ചേർത്ത് പിടിക്കുന്നത്, അതോടൊപ്പം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വളരുന്നത്, ഫിനാൻഷ്യലി ആയാലും അല്ലെങ്കിൽ മെൻ്റലി ആയാലും ഒക്കെ ഒരുമിച്ച് മുന്നേറുന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഈ ഒരു ബന്ധത്തിൽ ഒരുപാട് റെസ്പെക്റ്റ് ലഭിക്കുന്നത് കാണാം. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ റെസ്പെക്റ്റ് കൊടുക്കുന്നത് കാണാം. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്കുണ്ടായിരിക്കും. അതോടൊപ്പം സമയം കഴിയും തോറും എല്ലാ കാര്യങ്ങളിലും, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും സ്റ്റെബിലിറ്റി നിങ്ങൾ നേടിയെടുക്കുന്നതായിട്ട് കാണാം നിങ്ങൾ ഒരുമിച്ച്. എനിക്കറിയാം നിങ്ങൾക്കിപ്പോൾ വേദനിപ്പിക്കുന്ന ഓർമ്മകളായിരിക്കാം ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങളെ ചതിച്ചതുപോലെയോ നിങ്ങളുടെ കൂടെ നിൽക്കാത്തതുപോലെയോ ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടാകാം. അല്ലെങ്കിൽ യൂണിവേഴ്സ് തന്നെ എന്നെ കൈവിട്ടോ എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടായിരിക്കാം. നിങ്ങൾക്ക് യൂണിവേഴ്സിൽ പോലും വിശ്വാസം നഷ്ടപ്പെട്ടു പോയ സമയങ്ങൾ ഉണ്ടായിരിക്കാം. മറ്റുള്ളവർക്കെല്ലാം എല്ലാം ലഭിക്കുന്നു, അവരെല്ലാം നേടുന്നു, അവരുടെ റിലേഷൻഷിപ്പ് എല്ലാം നന്നായിട്ട് പോകുന്നു, പക്ഷേ എൻ്റെ കാര്യം മാത്രം ഒന്നും നടക്കുന്നില്ല, എൻ്റെ കൂടെ യൂണിവേഴ്സ് ഇല്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ചിന്തിക്കുന്നുണ്ടാകാം. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സമയത്തെ മറ്റുള്ളവരുടെ സമയവുമായിട്ട് കമ്പയർ ചെയ്യരുത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ ആരുടെ ജീവിതവുമായിട്ടും നിങ്ങൾ കമ്പയർ ചെയ്യരുത്. കാരണം അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഗുണവും ലഭിക്കുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ചിലപ്പോൾ ഒരു കല്യാണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ ഫ്രണ്ട്സ് കുറേ മുൻപ് കല്യാണം കഴിച്ചിട്ടുണ്ടാകാം, അവർ നന്നായിട്ട് ജീവിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം, എന്നിട്ട് നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ടാകാം, എന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാകാം. പക്ഷേ കുറേ കഴിഞ്ഞായിരിക്കും നിങ്ങൾ അറിയുന്നത് അവരും അവരുടെ റിലേഷൻഷിപ്പിൽ അത്രയും ഹാപ്പിയൊന്നും അല്ല എന്നുള്ളത്. പക്ഷെ അത് എപ്പോഴും അങ്ങനെ സംഭവിക്കുമെന്നല്ല ഞാൻ പറയുന്നത് ഓരോ ആൾക്കാർക്കും ഓരോ സമയമുണ്ട്. ഓരോ ആൾക്കാർക്കും ഓരോ സോളിനും ഓരോ ജേണിയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സോളിൻ്റെ ജേണിയെ മറ്റൊരു സോളിൻ്റെ ജേണിയുമായിട്ട് കമ്പയർ ചെയ്യരുത്. നിങ്ങൾക്ക് ഈ ഒരു യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുപോലെ മറ്റൊരാൾക്കും അവരുടെ ആ ഒരു യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നിങ്ങൾ പഠിക്കേണ്ടതായിരിക്കില്ല അവർക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ പല രീതിയിലായിരിക്കും പല കാര്യങ്ങൾ വരുന്നത്. അതുപോലെ അവരുടെ പോസിറ്റീവ് ചിന്തകൾ പോലെ ആയിരിക്കില്ല നിങ്ങളുടെ ചിന്തകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പോസിറ്റീവ് ചിന്തകൾ പോലെ ആയിരിക്കില്ല അവരുടെ ചിന്തകൾ, അല്ലെങ്കിൽ അവർ നിൽക്കുന്ന ഫ്രീക്വൻസിയിലായിരിക്കില്ല നിങ്ങൾ നിൽക്കുന്ന ഫ്രീക്വൻസിയിലായിരിക്കില്ല അവർ നിൽക്കുന്നത്. അങ്ങനെ എല്ലാത്തിനും ഓരോ വ്യത്യാസങ്ങളുണ്ട്, എല്ലാത്തിനും ഓരോ സമയമുണ്ട്. ആ ഒരു സമയമാകുമ്പോൾ എല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തന്നെ വരും, അതിൽ യാതൊരു സംശയവും വേണ്ട. ഈ ഒരു റീഡിങ് അതിനുള്ളൊരു കൺഫർമേഷനാണ്. കാരണം ഇതെല്ലാം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നതിൻ്റെ ഒരു കൺഫർമേഷനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരുടെ ജീവിതവുമായിട്ടും ആരുടെ സമയവുമായിട്ടും നിങ്ങളുടേതിനെ കമ്പയർ ചെയ്യാതിരിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ബെനിഫിറ്റും ലഭിക്കുകയില്ല. ഇവിടെ മെജീഷ്യൻ കാർഡ് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് യൂണിവേഴ്സിനെ വിശ്വസിക്കുക എന്നാണ്. നിങ്ങളുടെ ഡിവൈൻ ടൈമിങ്ങിനെ വിശ്വസിക്കുക. നിങ്ങളുടെ ഡിവൈൻ ടൈമിങ്ങിനായിട്ട് നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട്, ആരുടെയും പുറകെ ചേസ് ചെയ്ത് പോകാതെ നിങ്ങൾക്ക് ചെയ്യേണ്ടുന്ന, നിങ്ങളിൽ വരുത്തേണ്ടുന്ന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കുക. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, നിങ്ങൾ കാത്തിരിക്കുക, യൂണിവേഴ്സിനെ വിശ്വസിക്കുക എന്നുള്ളതാണ്. മെജീഷ്യൻ പറയുന്നത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് എന്നാണ്. ഇവിടെ 9 ഓഫ് കപ്സ് പറയുന്നത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം നടക്കുമോ ഇല്ലയോ എന്ന് സംശയിക്കരുത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എല്ലാം സത്യമാകാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു സമയം സംശയിച്ചിരിക്കേണ്ട ഒരു സമയമല്ല.
ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇവിടെ ക്ലാരിറ്റിയാണ് നൽകുന്നത്. അതുകൊണ്ട് നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കുക, നിങ്ങൾ സമാധാനത്തോടെ ഉറങ്ങുക. നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സംതൃപ്തി നൽകുന്നത് എനിക്ക് കാണാം. അതുപോലെ ഭാവിയിൽ നിങ്ങൾ വിഷമിക്കുന്നതോ അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നതോ എന്തെങ്കിലും ഒരു കാര്യത്തെ ഓർത്ത് ഫ്രസ്ട്രേറ്റഡ് ആകുന്നതോ ഒന്നും തന്നെ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. ഇവിടെ 9 ഓഫ് സോർട്സ് കാണിക്കുന്നത് നിങ്ങളുടെ കഴിഞ്ഞു പോയതോ അല്ലെങ്കിൽ ഇപ്പോൾ അനുഭവിക്കുന്നതോ ആയിട്ടുള്ള സാഹചര്യത്തെയാണ്. നിങ്ങൾ സ്ട്രെസ് അടിക്കുന്നുണ്ടാകാം. പലപ്പോഴും നിങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം. രാത്രി ഉറക്കം പോലും നഷ്ടപ്പെട്ടു പോയ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ഒരുപാട് നിങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നുണ്ടാകാം. ഒരുപാട് സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്നുണ്ടാകാം. ഒരു സമാധാനം ലഭിക്കാത്തതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. ഒരുപാട് ഉത്കണ്ഠ ഉണ്ടാവുന്നുണ്ടാവാം. ഒരുപാട് ഭാരം നെഞ്ചിൽ അനുഭവപ്പെട്ട ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. നിങ്ങളുടെ തോളിൽ നിങ്ങൾക്ക് ഭാരം അനുഭവപ്പെടുന്നുണ്ടാകാം. നെഞ്ചിൽ ഭാരം തോന്നുന്നുണ്ടാകാം. നിങ്ങളുടെ വയറിലൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടാകാം, ടെൻഷനൊക്കെ കാരണം. അതുപോലെ ബെഡിൽ നിന്നും എഴുന്നേൽക്കാൻ പോലും തോന്നാത്ത തരത്തിലുള്ളൊരു ക്ഷീണം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടാകാം, അല്ലെങ്കിൽ അനുഭവപ്പെട്ടിട്ടുണ്ടാവാം. പുറത്തു പോകാനോ അല്ലെങ്കിൽ ആരോ ഒക്കെ ആയിട്ട് സംസാരിക്കാനോ ഒന്നും ചെയ്യാനോ ഒന്നും തോന്നാതിരുന്ന ദിവസങ്ങൾ ഉണ്ടായിരുന്നിട്ടുണ്ടാകാം. ഈ രീതിയിലുള്ള ഒരു ഭാരമാണ് നിങ്ങൾ അനുഭവിച്ചത്. ആ ഭാരം നിങ്ങളെ തളർത്തുന്നത് പോലെ അല്ലെങ്കിൽ തകർക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം. ഇവിടെ ടെമ്പറൻസ് കാർഡ് നിങ്ങളോട് പറയുന്നത് വലിയ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വരികയാണ് എന്നാണ്. അത് നിങ്ങൾ അറിയേണ്ട പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സമയമാണ് ഇത്. ഈ ഒരു സമയം ഈ ഒരു റീഡിങ്ങിൽ കൂടി നിങ്ങൾ മനസ്സിലാക്കുകയാണ് വലിയ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വരികയാണ് എന്നുള്ളത്. ഇവിടെ ഒരു അബണ്ടൻസും കാണാം. ഈ ഒരു സമൃദ്ധി എന്ന് പറയുന്നത് നിങ്ങളുടെ ലവ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ടാണ് കാണുന്നത്. എനിക്കറിയാം നിങ്ങൾ ഒരുപാട് കാലമായിട്ട് കാത്തിരിക്കുകയാണ് എന്ന്, ഒരുപാട് കാര്യങ്ങൾക്കായിട്ട്. ടെമ്പറൻസ് കാർഡ് കാത്തിരിപ്പിനെ കൂടെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടി സമയം നിങ്ങൾ കാത്തിരിക്കുക. അത് മാനിഫെസ്റ്റ് ആകാൻ പോവുകയാണ്. ഇനി നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു ആങ്സൈറ്റിയിൽ ജീവിക്കേണ്ടി വരില്ല. ലോ ഓഫ് അട്രാക്ഷൻ പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് ലോ ഓഫ് അട്രാക്ഷൻ ഗ്രാറ്റിറ്റ്യൂഡിൽ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെ അല്ലെങ്കിൽ ഇമോഷൻസിനെ, വ്യക്തികളെ ഒക്കെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. അവയിൽ നിന്നും നിങ്ങൾ ഡിറ്റാച്ച് ആവുക. അതായത് നിങ്ങൾ ഹീലിങ്ങിലാവുക, ഹീലിംഗ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഉള്ള കാര്യങ്ങളിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവുക, നിങ്ങളൊരു സംതൃപ്തി കാണിക്കുക, ഗ്രേറ്റ്ഫുൾ ആവുക. നിങ്ങൾക്കുള്ള ചെറിയ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ, വലിയ വലിയ കാര്യങ്ങളായിക്കോട്ടെ, ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലെല്ലാം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക. എന്നിട്ട് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. ഒന്നിൻ്റെ പുറകെ ചേസ് ചെയ്ത് പോകാതിരിക്കുക, ഡിറ്റാച്ച് ആവുക, നിങ്ങളെ തന്നെ ഹീലാക്കുക. അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റായിട്ട് വരും. നിങ്ങളെ നിങ്ങളെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു എനർജിയിൽ തന്നെ നിൽക്കുക. ചേസ് ചെയ്ത് പോകാതെ ആ ഒരു എനർജിയിൽ നിൽക്കുക. നിങ്ങളെ കൂടുതൽ മികച്ചതാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുന്നത്, അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ. അല്ലാതെ നിങ്ങൾ മറ്റുള്ളവരുടെ പുറകെ പോകുന്ന, അല്ലെങ്കിൽ ഇല്ലായ്മയിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്ന, ബെയർ മിനിമത്തിൽ നിൽക്കുന്ന അങ്ങനെ ഒരു എനർജിയിൽ നിങ്ങൾ നിൽക്കാതിരിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക, നന്ദി പറയുക. ഹീലിംഗ് എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങളായിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും അതിനെ അതുപോലെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അക്സെപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക, അത് മനസ്സിലാക്കുക, അക്സെപ്റ്റ് ചെയ്യുക, ആരെയും ബ്ലെയിം ചെയ്യാതിരിക്കുക, നിങ്ങളുടെ കാര്യം നോക്കുക, നിങ്ങൾ മുന്നോട്ട് പോവുക, ലെറ്റ് ഗോ ചെയ്യുക, ആരുടെയും പുറകെ പോകാതിരിക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ, നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. എനിക്കറിയാം നിങ്ങളായിരിക്കുന്ന ആ ഒരു സാഹചര്യം ഇപ്പോഴും നല്ലതായിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിരിക്കില്ല എന്നുള്ളത്. നിങ്ങൾക്ക് വളരെയധികം ഹേർട്ടായിട്ടുണ്ടാകാം, നിങ്ങൾക്ക് വളരെയധികം സങ്കടം ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് വളരെയധികം സ്ട്രെസ്ഡ് ആയിരിക്കാം നിങ്ങളിപ്പോൾ. അതുപോലെ ഈ ഒരു ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നൊക്കെ ആലോചിച്ച് നിങ്ങൾ വളരെയധികം അപ്സെറ്റ് ആയിരിക്കാം. പക്ഷെ നിങ്ങൾ ആ ഒരു കാര്യത്തെ നല്ല രീതിയിൽ എടുത്താൽ, നിങ്ങളിൽ ഹീലിംഗ് വരുത്തിയാൽ, കാത്തിരുന്നാൽ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വളരെ വേഗത്തിൽ സംഭവിക്കും.
നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കേണ്ടുന്നതാണ്. പക്ഷെ വളരെ വേഗത്തിൽ സംഭവിക്കണമെങ്കിൽ നിങ്ങൾ കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾ മനസ്സിലാക്കുക, ഇത് എൻ്റെ മിസ്റ്റേക്ക് അല്ല. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ ആ ഒരു സമയത്ത് എനിക്കുള്ള അറിവിനനുസരിച്ചിട്ടാണ് ഞാൻ തീരുമാനങ്ങൾ എടുത്തത്. ആ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക, അക്സെപ്റ്റ് ചെയ്യുക. അത് പ്രശ്നമല്ല. നിങ്ങൾക്ക് ഇനിയും നിങ്ങളെ മികച്ചതാക്കാം. അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ചതിച്ചിട്ടുണ്ട്, ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ല, അത് അവരുടെ ഉള്ളിലെ പ്രശ്നമാണ്. ആ കാര്യങ്ങളൊക്കെയും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് ലെറ്റ് ഗോ ചെയ്യുക, മുന്നോട്ട് പോവുക. ആ ഒരു സമയത്തായിരിക്കും നിങ്ങളിൽ പെട്ടെന്നുള്ള ഒരു മാറ്റങ്ങൾ ഉണ്ടാവാൻ പോകുന്നത്. കാരണം നിങ്ങളിൽ ഒരു ഹീലിംഗ് സംഭവിക്കുമ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം, കൂടുതൽ പവറും ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങളിൽ കൂടുതൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അട്രാക്റ്റ് ആക്കാനും സഹായിക്കും. തീർച്ചയായിട്ടും വലിയ വലിയ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരുന്നത്. അതുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോവുക. യൂണിവേഴ്സിൽ, ഡിവൈൻ ടൈമിങ്ങിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾ വർക്ക് ചെയ്യുക. നിങ്ങളുടെ ഇന്നർ വർക്ക് നിങ്ങൾ ചെയ്യുക. നിങ്ങളിൽ ഹീലിംഗ് നടത്തുക. അല്ലാതെ അവർക്ക് എങ്ങനെ നല്ലത് കിട്ടുന്നു, എൻ്റെ ലൈഫിൽ ഒരു മാറ്റമില്ല, അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കാതെ, അങ്ങനെയുള്ള ചിന്തകളെ വിട്ടിട്ട് നിങ്ങളിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ സമാധാനം നൽകുന്നത് ആ കാര്യങ്ങൾ ചെയ്യുക. ചില ആൾക്കാർക്ക് അവരുടെ ജോലി ചെയ്യുമ്പോഴായിരിക്കും സമാധാനം കിട്ടുന്നത്. ചില ആൾക്കാർക്ക് വീട്ടുജോലി ചെയ്യുമ്പോൾ സമാധാനം കിട്ടും, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ സമാധാനം കിട്ടും. എന്ത് തന്നെയായാലും നിങ്ങൾ ചെയ്യുന്ന ആ ഒരു ജോലി അത് വളരെ ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ ചെയ്യുക. പ്രാർത്ഥന തന്നെ വേണമെന്നില്ല. നിങ്ങൾ ചെയ്യുന്ന ഏതൊരു ജോലി ആയിക്കോട്ടെ, അത് വളരെ ആത്മാർത്ഥതയോട് ചെയ്താൽ അത് വളരെ നല്ലൊരു കർമ്മമാണ് നിങ്ങൾ ചെയ്യുന്നതല്ലേ. അതുകൊണ്ട് വളരെ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോവുക. സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.